KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് റഫീഖ് നരിക്കുനി. ഇന്നത്തെ പ്രധാന വാർത്താവിശേഷങ്ങളിലേക്ക്. ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനിക നീക്കം പെട്ടെന്ന് വേണ്ടെന്ന് തീരുമാനം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പെട്ടെന്നുള്ള സൈനിക നീക്കം നയതന്ത്ര തലത്തിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് സൈനിക നീക്കം പെട്ടെന്ന് വേണ്ടെന്ന് തീരുമാനിച്ചത്. അതേസമയം പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന സഹായം അന്താരാഷ്ട്ര തലത്തിൽ തുറന്നു കാണിക്കാൻ യോഗം തീരുമാനിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ പ്രശ്നം ഉന്നയിക്കാനും തീരുമാനിച്ചു. യോഗത്തിൽ മന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അതിനിടെ ഉറി ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 18 ആയി. ചികിത്സയിലിരുന്ന ഒരു സൈനികൻ കൂടി ഇന്ന് മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. കെ ബാബുവിന്റെയും ഭാര്യയുടെയും പേരിലുള്ള ബാങ്ക് ലോക്കറുകൾ വിജിലൻസ് പരിശോധനയ്ക്ക് മുമ്പ് കാലിയാക്കിയെന്ന ആരോപണത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം തുടങ്ങി. ബാങ്ക് രേഖകൾ പരിശോധിച്ച വിജിലൻസ് അധികൃതർ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ബാങ്ക് അധികൃതർക്ക് നിർദ്ദേശം നൽകി. തൃപ്പൂണിത്തുറ SBT, SBI ബാങ്ക് ശാഖകളിൽ ബാബുവിന്റെയും ഭാര്യയുടെയും പേരിലുള്ള ലോക്കറുകൾ ഓഗസ്റ്റ് മാസം കാലിയാക്കിയെന്നാണ് ആരോപണം. ഒരു മാസത്തിനു ശേഷമാണ് ലോക്കറുകൾ വിജിലൻസ് പരിശോധിച്ചത്. പരിശോധനയിൽ 300 പവനോളം സ്വർണം മാത്രമാണ് കണ്ടെത്താനായത്. ലോക്കറുകൾ നേരത്തെ കാലിയാക്കിയതായി വിജിലൻസിന് റിപ്പോർട്ട് ലഭിച്ചതായാണ് സൂചന. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനം സംബന്ധിച്ച ത്വരിത പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. മുൻ സ്പെഷ്യൽ ഓഫീസർ S. സുബ്ബയ്യയെ ഒന്നാം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ പട്ടികജാതി ക്ഷേമ മന്ത്രി AP അനിൽകുമാർ തുടങ്ങിയവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അനധികൃത നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നുള്ള വിജിലൻസ് ശുപാർശ നിലനിൽക്കെ നിയമനം സ്ഥിരപ്പെടുത്തിയ സർക്കാർ നടപടിക്കെതിരെയാണ് യുവമോർച്ച മുൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് P. രാജീവ് തൃശൂർ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ജനരക്ഷയ്ക്കായി തെരുവുനായ്ക്കളെ കൊല്ലുന്നതിന് നേതൃത്വം നൽകിയ തെരുവുനായ ഉന്മൂലന സംഘം ചെയർമാൻ ജോസ് മാവേലിയെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയുമായി ചേർന്ന് തെരുവുനായ്ക്കളെ പിടികൂടി കൊന്ന കുറ്റത്തിനാണ് അറസ്റ്റ്. 1968 ആനിമൽ ക്രൂവൽ ആക്ട് അനുസരിച്ചാണ് നടപടി. ജോസ് മാവേലിയെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും തെരുവുനായ്ക്കളെ കൊല്ലാൻ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും മാവേലിയെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനപ്രതിനിധികൾ അടക്കം ആരെയും അറസ്റ്റ് ചെയ്യാതെ ജോസ് മാവേലിയെ മാത്രം അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ബീഹാറിൽ ബസ് നദിയിലേക്ക് മറിഞ്ഞ് 35 മരണം. പാട്നയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെ ബസാക്ക ചൌക്കിലാണ് ദുരന്തമുണ്ടായത്. ബസ്സിൽ 65 യാത്രക്കാർ ഉണ്ടായിരുന്നു. ഇവരിൽ ചിലർ നീന്തി രക്ഷപ്പെട്ടു. മധുബാനിയിൽ നിന്ന് സീതാമഹറയിലേക്ക് പോവുകയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് നദിയിലേക്ക് മറിയുകയായിരുന്നു. ബസ് പൂർണ്ണമായും തടാകത്തിൽ മുങ്ങി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് വിഭാവനം ചെയ്യുന്ന വിഷൻ 2020ന്റെ ഭാഗമായി കീഴ്ഘടകങ്ങളിൽ നടപ്പിലാക്കേണ്ട കർമ്മ പദ്ധതികളുടെ പ്രഥമഘട്ടമായ ജില്ലാ പ്രാസ്ഥാനിക സംഗമം ഈ മാസം 21-ന് മലപ്പുറം വാദിസലാമിൽ നടക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA, SJM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന സംഗമം വൈകുന്നേരം 4 മണിക്ക് സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന കൌൺസിൽ ഒക്ടോബർ 1-ന് കൈതപ്പൊയിൽ മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കും. 2016 മാർച്ച് 1 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള 6 മാസ കാലയളവിൽ സംഘടന ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളുടെ സമ്പൂർണ്ണ വിലയിരുത്തലും 2017 ഫെബ്രുവരി വരെയുള്ള കർമ്മ പദ്ധതികളുടെ രൂപവൽക്കരണവുമാണ് കൌൺസിലിലെ പ്രധാന അജണ്ട. സമകാലിക കേരളത്തിലെ സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലം മുൻനിർത്തി തയ്യാറാക്കുന്ന പഠന റിപ്പോർട്ടിനെ ആസ്പദിച്ചുള്ള സമഗ്രമായ ചർച്ചയും മതനവീകരണ ചിന്താധാരകൾ മനുഷ്യമനസ്സുകളിൽ ചെലുത്താൻ ശ്രമിക്കുന്ന സ്വാധീനങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതി രൂപവൽക്കരണവും കൌൺസിലിന്റെ ഭാഗമായി നടക്കും. KMIC ന്യൂസിന്റെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.